നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കോറിലേഷൻ അനാലിസിസ്. നമുക്കറിയാം ഇതിന്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കോറിലേഷൻ എന്താണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്, കോറിലേഷന്റെ മീനിങ് എന്താണ് കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, അവിടെ നമുക്ക് പല ടൈപ്സുകൾ പഠിക്കാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സിൽ കൂടെ നമുക്ക് ഈ കോറിലേഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. ഇനി അടുത്താണ് ഐഡന്റിഫൈ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. നെക്സ്റ്റ് ആണ് യൂസസ് ഓഫ് കാൽബിയോസൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എവിടെയൊക്കെ നമുക്ക് ഈ കോറിലേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ചാപ്റ്റർ 1ന്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പം വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇനി ഇതിൽ ഏറ്റവും ആദ്യമേ നമുക്ക് കാണാനുള്ളത് മീനിങ് ഓഫ് കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇതിന് വേറെ ഒന്നുമില്ല, ഇവിടെ നമ്മളിപ്പോൾ രണ്ട് വാക്കുകൾ നോക്കുകയാണെങ്കിൽ കോ റിലേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തോ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ റിലേഷൻ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. നമ്മൾ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. ഇപ്പം ഫാദർ മദർ, ഹസ്ബൻഡ് വൈഫ്, ബ്രദർ സിസ്റ്റർ. അപ്പൊ അങ്ങനെ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ രണ്ട് വ്യക്തികളുടെ സൂചനയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം ഇവിടെയും ഇതാണ്, നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് ഫാക്ടേഴ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. ഫാക്ടർ എ ആവാം, ഫാക്ടർ ബി ആവാം. അങ്ങനെ രണ്ട് വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്റ്റഡി ചെയ്യുകയാണ്. അവ തമ്മിലുള്ള റിലേഷനെ നമ്മൾ പഠിക്കുന്നതിനെയാണ് കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാനാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ഡിമാൻഡ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത് 10 രൂപയ്ക്കായിരുന്നു. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 1 kg ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് പെട്ടെന്ന് ഒരു 20 രൂപയാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ 1 kg തന്നെ മേടിക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് സാധനങ്ങളുടെ ഒരു എന്താ പറയാ ടൈപ്പ് ഉദ്ദേശിച്ചും ഇരിക്കാം. ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഇത് തന്നെ മേടിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡിൽ ഒരു കുറവുണ്ടാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1 kg മേടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 1/2 kg ആക്കി ചിലപ്പം ചുരുക്കിയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് എക്കണോമിക്സിലൊക്കെ. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് സപ്ലൈ അല്ലെ. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് പോലെ തന്നെയാണ് അതിന്റെ സപ്ലൈയും പ്രൈസും തമ്മിലുള്ള ബന്ധം. ഇനി അടുത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ട് വേജും പ്രൈസ് ഇൻഡെക്സും, പിന്നെ ഹൈറ്റും വെയിറ്റും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ മാർക്സും സ്റ്റഡീസും റൈറ്റ്. അപ്പം ഒരു കുട്ടിക്ക് 90% കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ അവൻ നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയും. ഇനി വെറും 30% മേടിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പറയും അവൻ ഭയങ്കര ബാഡ് ആണ് അല്ലെങ്കിൽ പൂവർ ഇൻ സ്റ്റഡീസ് ആണ്, പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ദർ ആർ ലോട്ട് മെനി ഫാക്ടേഴ്സ്. പഠിത്തം മാത്രമല്ല ആ കുട്ടീനെ എഫക്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഏതാണ്, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് തമ്മിലുള്ള കോ റിലേഷനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ ഒരു എക്സ് വേരിയബിൾ കാണും, ഒരു വൈ വേരിയബിൾ കാണും. ഈ എക്സും വൈയും തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ കോറിലേഷനിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതോടെ നമ്മുടെ ആ ഒരു ഇൻട്രൊഡക്ഷന്റെ ഏരിയ നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്കാറ്റർ ഡയഗ്രാം എന്നൊക്കെ പണ്ട് നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് അല്ല എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പൊ അത് ജസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് ആൻഡ് ക്വാണ്ടിറ്റി സോൾഡ്. അപ്പം ഇവിടുത്തെ കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് രണ്ട് ഫാക്ടേഴ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടുത്തെ കമ്പാരിസൺ എന്ന് പറയുമ്പോഴത്തേക്കും അഡ്വർടൈസ്മെന്റ് പരസ്യവും പിന്നെ അതനുസരിച്ചുള്ള സെയിൽസും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ 25,000 ഇപ്പം ഇത് കൊടുത്തിരിക്കുന്നത്, എമൗണ്ട് കൊടുത്തിരിക്കുന്നത് 25,000 നമ്മൾ ചെലവാക്കി. ഇപ്പം എത്ര ക്വാണ്ടിറ്റി വിറ്റുപോയി, 100 ക്വാണ്ടിറ്റി വിറ്റു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ. അപ്പം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളും ഇത് നമ്മുടെ വൈ വേരിയബിളും ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, 25 ഇന്ന് വീണ്ടും ഇൻക്രീസ് ആക്കി 50,000 നമ്മൾ എന്ത് ചെയ്തു, അഡ്വർടൈസ്മെന്റ് മുടക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, അഡ്വർടൈസ്മെന്റ് കൂടുന്തോറും എന്ത് ചെയ്യും, നമ്മുടെ സെയിൽസ് കൂടാനുള്ള സാധ്യതയാണെന്ന് മനസ്സിലായി. ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, 70 ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും അതനുസരിച്ചുള്ള ഒരു ഡിക്രീസ് ആണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, 80 നമുക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ വീണ്ടും ഇൻക്രീസ് ആയി 340 ആയി. അതായത് നേരത്തെ ഉണ്ടായതിനേക്കാളും ഇൻക്രീസ് സംഭവിച്ചു. മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രീസ് ആകുമ്പോൾ വൈ എന്ന വേരിയബിളും ഇൻക്രീസ് ആവുക തന്നെ ചെയ്യുവാണ്. ചെറിയ അപ്പ് ആൻഡ് ഡൗൺസും വേരിയേഷൻസ് ഒക്കെ ഉണ്ടായി എന്ന് വരും. പക്ഷെ പൊതുവെയുള്ള ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ഓൺ അപ്വേർഡ്സ്. അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കാണിക്കാൻ പറ്റും, ഒരു സ്കാറ്റർ ഡയഗ്രാമിലോട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് മേളിലോട്ട് തന്നെയാണ് ഇതിന്റെ ഗ്രാഫ് പോകുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദ കേസ് ഓഫ് CFL lamps, the price and quantity sold in different months are given below. ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് പ്രൈസും CFL ബൾബുകളുടെ പ്രൈസും അതിന്റെ സെയിൽസുമാണ്, ക്വാണ്ടിറ്റി സോൾഡ് കൂടിയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ എക്സ് വേരിയബിളും ഇത് നമ്മുടെ വൈ വേരിയബിളും ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, പ്രൈസ് 50 രൂപയായിരുന്നപ്പോൾ എത്ര CFL ബൾബുകൾ വിറ്റുപോയി, 275 ബൾബുകൾ വിറ്റുപോയി. ഇനി അടുത്തത് അതിന്റെ പ്രൈസ് ഇൻക്രീസ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, തീർച്ചയായും നമുക്കറിയാം പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ പൊതുവേ ഉള്ള സ്വഭാവം വെച്ച് ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുക. അപ്പം ഡിമാൻഡ് എന്ത് ചെയ്തു, ഇവിടെ ഡിക്രീസ് ആയി, പ്രൈസ് ഇൻക്രീസ് ആയപ്പോൾ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യും, ഒരു ഡിക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു കുത്തുകുത്തുള്ള ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് സ്കാറ്റർ ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 11th. അപ്പൊ അങ്ങനത്തെ ഡയഗ്രാമുകളിലായിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ എക്സാമ്പിൾ ഉണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ 3 ടൈപ്സ് ഉണ്ട്. നമ്മൾ പഠിക്കേണ്ടതാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. അപ്പൊ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി കാണും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 3 ടൈപ്സ് ആണ് കോറിലേഷനെ പറ്റി പറയുന്നത്. ഒന്നാമത്തത് പോസിറ്റീവ് കോറിലേഷൻ, അടുത്തതാണ് നെഗറ്റീവ് കോറിലേഷൻ, മൂന്നാമത്താണ് സീറോ കോറിലേഷൻ. പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി എക്സും വൈയും വേരിയബിൾ ഉണ്ടെന്ന് മനസ്സിലായി.
മനസ്സിലായി. രണ്ട് വേരിയബിളിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് കോറിലേഷൻ എന്ന് പഠിച്ചു. ഇനി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന രണ്ട് വേരിയബിൾസ്, അതായത് എക്സ് വേരിയബിളും വൈ വേരിയബിളും നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ അവ രണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഇൻക്രീസിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരിക. അതായത് എക്സ് മാറുന്നതനുസരിച്ച് വൈ മാറുന്നു. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതൊരു ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുക. നെക്സ്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്തായിരിക്കും? അപ്പം നെഗറ്റീവ് കോറിലേഷൻ ഇതുപോലെ തന്നെ എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിലുള്ള സ്റ്റഡിയാണ്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വേരിയബിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വിട്ടുപോയായിരുന്നു. പോസിറ്റീവ് കോറിലേഷന്റെ എക്സാമ്പിൾ ആണ് പ്രൈസും സപ്ലൈയും. ഇനി ഇൻകം എക്സ്പെൻഡിച്ചറും. ഇൻകം കൂടുന്തോറും എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ആകുന്നു സാധാരണ രീതിയിൽ. പിന്നെ ഇനി നെക്സ്റ്റ് ആണ് അടുത്തതാണ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു വേരിയബിൾ ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും അടുത്ത വേരിയബിളിൽ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് സംഭവിക്കുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതിന്റെ എക്സാമ്പിൾ ആണ് പ്രൈസും ഡിമാൻഡും. നമുക്ക് ഓൾറെഡി നമ്മളൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ആണ് സീറോ കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ രണ്ട് വേരിയബിളിനെ കമ്പയർ ചെയ്യുക, അവ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ചുമ്മാ വെതറും നമ്മുടെ സ്റ്റഡീസും തമ്മിൽ ആരെങ്കിലും പറയാണ്, വെതർ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പിള്ളേർക്കൊന്നും പഠിക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും കമ്പയറബിൾ ആയിട്ടുള്ള രണ്ട് വേരിയബിൾസ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരിക്കലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളല്ല. അപ്പൊ അതിനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ അതിന്റെ വാല്യൂസ് ഒക്കെ ഇതുപോലെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഇൻക്രീസോ ഡിക്രീസോ യാതൊന്നും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. നമുക്കറിയാം ഈ മൂന്ന് മെത്തേഡ്സിൽ അല്ലാണ്ട് ഈ മൂന്ന് മെത്തേഡ്സിലുപരി ഒരു ചെറിയൊരു ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, ഒരു പെർട്ടിക്കുലർ മെത്തേഡും കൂടി ഉണ്ട്. അതാണ് പെർഫെക്റ്റ് കോറിലേഷൻ. ഇത് മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേര് പോലെ തന്നെയാണ്. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, കോറിലേഷൻ എന്ന് പറയുമ്പോൾ എക്സ് വേരിയബിളിന്റെയും വൈ വേരിയബിളിന്റെയും തമ്മിലുള്ള ബന്ധം സ്റ്റഡി ചെയ്യുവാണെന്ന് നമുക്കറിയാം. ഇനി പെർഫെക്റ്റ് കോറിലേഷൻ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് എക്സ് വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതേപോലെ ഒരു പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് വൈ വേരിയബിൾ ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു എക്സ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 10 യൂണിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തു എന്ന് വെച്ചോ. അപ്പൊ അതനുസരിച്ച് എന്ത് സംഭവിക്കും? വൈ വേരിയബിളിലും 10 യൂണിറ്റ്സിന്റെ മാറ്റം സംഭവിക്കുന്നു. എക്സ് വേരിയബിൾ 10 യൂണിറ്റ് കൂട്ടിയെങ്കിൽ വൈ വേരിയബിൾ 10 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. ഇനി എക്സ് വേരിയബിൾ 10 യൂണിറ്റ് കുറച്ചു കഴിഞ്ഞാൽ വൈ വേരിയബിളും 10 യൂണിറ്റ് കുറഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെ തമ്മിലുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ചേഞ്ചസിനെയാണ് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന്. ഇനി ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് ലബോറട്ടറി എക്സ്പെരിമെന്റ്സുകളിലും അല്ലെങ്കിൽ അതുപോലത്തെ സിറ്റുവേഷൻസിലാണ് ഇങ്ങനത്തെ സാഹചര്യം കാണാൻ കിട്ടുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. പ്രഷറും വോള്യൂമും നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചാൽ ഒരു ലാബ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ പ്രഷറും വോള്യൂമും കോൺസ്റ്റന്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ എന്താണ് സ്പീഡ് ആൻഡ് ടൈം ടേക്കൻ ഫോർ ട്രാവലിംഗ് ഓഫ് വെഹിക്കിൾസ്. സ്പീഡും ടൈമും തമ്മിലുള്ള പ്രപ്പോർഷൻ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് കോറിലേഷനിൽ പഠിക്കുന്നത്. പെർഫെക്റ്റ് കോറിലേഷൻ എങ്ങനെ പോയാലും നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾസും ഈ പെർഫെക്റ്റ് കോറിലേഷനെ പറ്റി ചോദിക്കാനും ചാൻസ് ഉണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കോറിലേഷൻ 3 ടൈപ്സിനാണുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത മെയിൻ കോൺസെപ്റ്റ് ആണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. അപ്പൊ ഈ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു. there are 3 മെത്തേഡ്സ് കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാലാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിങ് കോറിലേഷൻ. മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ് സ്കാറ്റർ ഡയഗ്രാം. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ എക്കണോമിക്സിലും 11th ഇതിനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഇവിടെ എന്താണ് എന്ത് മാറ്റർ സ്കാറ്റേർഡ് ആണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മുടെ കോറിലേഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. നമ്മുടെ ടൈപ്സ് ഓഫ് കോറിലേഷൻ പഠിച്ചു. നമ്മുടെ ഗ്രാഫ് മേളിലോട്ടാണ്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ നമ്മുടെ എക്സ് വൈ വേരിയബിളിന്റെ പോക്ക് അത് മേളിലോട്ടാണ് എങ്കിൽ അതിനെ പറയും പോസിറ്റീവ് കോറിലേഷൻ. ഇനി അതിന്റെ താഴത്തോട്ടാണ് പോക്കെങ്കിൽ നമ്മൾ പറയും നെഗറ്റീവ് കോറിലേഷൻ. ഇനി അവ തമ്മിൽ യാതൊരു ബന്ധവും നമുക്ക് മനസ്സിലാവുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറയും നോ കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർ സീറോ കോറിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഗ്രാഫിക്കലി നമ്മൾ ഇതിനെ ഒന്ന് പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ പല ഗ്രാഫുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യമേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ 1.6 നോക്കട്ടെ. 1.5 നോക്കാം. ഫിഗർ 1.5 എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിഗർ 1.5 ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഫിഗർ 1.5 കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാഫിന്റെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏറെക്കുറെയുള്ള ഡിഫറൻസ് അല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പോക്ക് താഴത്തോട്ടാണ്. എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിൽ നമ്മൾ സ്റ്റഡി ചെയ്താൽ അതിന്റെ താഴത്തോട്ടാണ് പോക്ക്. ഇനി ഇവ എന്തിനെ പറ്റിയാണ് പഠിച്ചിരിക്കുന്നത് നോക്കാം. പ്രൈസും ഡിമാൻഡും തമ്മിലാണ് ഇവിടെ കമ്പാരിസൺ ചെയ്തിരിക്കുന്നത്. ഇൻക്രീസ് ആവുന്നതോറും ഡിമാൻഡ് ഡിക്രീസ് ആവും. അപ്പൊ ഇതിനെ നമുക്ക് പറയാൻ പറ്റും ഹിയർ നെഗറ്റീവ് കോറിലേഷൻ എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കോറിലേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, നെഗറ്റീവ് ആണെന്നേ അറിയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇവിടെ നമുക്ക് ഈ ഗ്രാഫിക്കൽ മെത്തേഡ് വഴി അറിയാൻ സാധിക്കില്ല. ഇനി അടുത്ത നമുക്ക് നോക്കാം. നമുക്ക് ഫിഗർ 1.6 നമുക്ക് പരിശോധിച്ച് നോക്കാം. ഫിഗർ 1.6 പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഫിഗർ 1.6 നമുക്ക് ഇങ്ങോട്ടൊന്ന് വരയ്ക്കാം. ഫിഗർ 1.6 നമുക്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്ത് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നോക്കാം എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ ഉണ്ട്. ഈ 1.6 കമ്പയർ ചെയ്യുന്നത് ഹൈറ്റും പിന്നെ ഒരു കുട്ടിയുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിൽ തോന്നുന്നുണ്ടോ ഹൈറ്റ് കൂടുന്ന ഒരാൾക്ക് സ്റ്റാറ്റിയിൽ മാർക്ക് കൂടും അല്ലെങ്കിൽ കുറയും, ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ മാർക്ക് കുറയും, അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണോ ഈ രണ്ട് വേരിയബിൾസ്? ഇല്ല, ഒരിക്കലും നമുക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പം ചില ആൾക്കാർ ഇപ്പൊ തമാശക്കാണെങ്കിലും നമ്മൾ
നമ്മളോട് പറയും. പക്ഷെ ചില ആൾക്കാർ പറയാറുണ്ട്, അതായത് എന്നാണ് കണ്ടകശനിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളത് അല്ലെ. അയാൾ വർക്ക് ചെയ്യാണ്ടോ അല്ലാണ്ട് അയാൾ മടി പിടിച്ച് ജീവിതം മുഴുവൻ കളഞ്ഞിട്ടോ അല്ല, അയാൾ നോക്കുന്നത് ജാതകദോഷം കാരണമാണ് അയാൾക്ക് ഈ കഷ്ടകാലം വരുന്നത് എന്നൊക്കെ നമ്മൾ പല ആൾക്കാരും പല രീതിയിലും ഓരോ പൊട്ട ബന്ധങ്ങൾ ഇങ്ങനെ സ്ഥാപിക്കാറുണ്ട്. അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് ഹൈറ്റും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കും തമ്മിലുള്ള ഒരു സ്റ്റഡി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് യാതൊരു ബന്ധമില്ലാത്ത കുറെ നക്ഷത്രങ്ങൾ ഇങ്ങനെ കിടക്കുന്ന പോലത്തെ സാധനം. അപ്പൊ ഹിയർ വി ക്യാൻ സേ ദാറ്റ് there is no correlation. അപ്പൊ ഇങ്ങനത്തെ കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ സീറോ അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയാലോ? ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഫിഗർ 1.7 ഇങ്ങോട്ട് ഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മുടെ വീണ്ടും രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സ് വേരിയബിൾ, വൈ വേരിയബിൾ. എക്സ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് സൈഡ് ആണ്, ലെങ്ത് ഓഫ് സൈഡും ഇവിടെ പെരിമീറ്റർ ഓഫ് സ്ക്വയറും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കി കഴിഞ്ഞാൽ മുകളിലോട്ടാണ് പോകും. അതിന്റെ അർത്ഥം എന്താണ്? എക്സ് വേരിയബിളും വൈ വേരിയബിളും പോസിറ്റീവ്ലി മുകളിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഹിയർ ദർ ഇസ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഈ മൂന്നും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നത്. കോറിലേഷൻ സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈസി മെത്തേഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പോപ്പ് ചെയ്ത് വരും. റൈറ്റ്, അപ്പം നമുക്കറിയാം എല്ലാത്തിനെ പോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഈസി മെത്തേഡാണ്, നമുക്ക് ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആണ്. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ പ്രോബ്ലം എന്താണ്? ഈസി മെത്തേഡാണ്, ആർക്കും ഇത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഉപരി ഇത് നമുക്ക് റിലയബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതിന് നമുക്ക് റിലൈ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ബിക്കോസ് ഇത് ലെസ് ആക്യുറേറ്റ് ആണ്, ആക്യുറസിയുടെ കാര്യത്തിൽ ഇത് സംശയമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 അല്ലെങ്കിൽ ഇവിടെ 3, പിന്നെ ഇപ്പുറത്ത് 4 അങ്ങനെയൊക്കെ മാർക്ക് ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും പോകുന്നത്. ഇനി ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും, ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ. അല്ലാത്ത രീതി നോക്കി കഴിഞ്ഞാൽ റിസർച്ചർ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവരുടെ റിസൾട്ട് വേരി ചെയ്യുക. അപ്പൊ അത് സ്വാഭാവികമായിട്ടും നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. ഒരിക്കലും നമുക്ക് അതിന്റെ റിലയബിൾ മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഡ്രോബാക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2-3 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ദാറ്റ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ നമുക്ക് 2 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് കാൾ പിയേഴ്സൺസ് മെത്തേഡ്, നെക്സ്റ്റ് ആണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. കാൾ പിയേഴ്സൺസ് മെത്തേഡും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡും. അപ്പൊ നമുക്കറിയാം ഇത് സയന്റിഫിക് ആയതുകൊണ്ട് നമുക്ക് തന്നെ ഇതിൽ ഡ്രോ ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ചില ഇക്വേഷൻസ് നമുക്ക് ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഇക്വേഷൻ. ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോറിലേഷനെ ഡിനോട്ട് ചെയ്യുന്നത് ആൽഫബറ്റ് സ്മോൾ ലെറ്റർ R കൊണ്ടാണ് കേട്ടോ. R എന്നാണ്. പിന്നെ ആറിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെയാണ്? -1 തൊട്ട് -1 മുതൽ +1 വരെയാണ് ഇതിന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിലായിരിക്കും വാല്യൂ വീഴുക. അപ്പൊ നമുക്ക് ആറിന്റെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ 2.68 എന്ന് കിട്ടിയാൽ അത് ശരിയാണോ? അല്ല. ഇനി ആറിന്റെ വാല്യൂ 10.4 എന്ന് പറഞ്ഞ് കിട്ടിയാൽ ശരിയാണോ? അല്ല. അപ്പൊ നമ്മുടെ വാല്യൂ എപ്പോഴും റേഞ്ച് ചെയ്യുന്ന എപ്പോഴായിരിക്കും? -1 തൊട്ട് +1ന്റെ ഇടയിലായിരിക്കും റേഞ്ച് ചെയ്യുക. അത്രയും മനസ്സിലാക്കുക ബിഗിനിങ് ആയിട്ട്. ഇനി നമ്മൾ നോക്കുക കാൾ പിയേഴ്സൺസിന്റെ ഇക്വേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം കോഎഫിഷ്യന്റ് ഓഫ് x and y axis equals covariance of x variable and y variable divided by standard deviation of x into standard deviation of y. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഇനി ഈ മെയിൻ ഇക്വേഷനിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമോ? ഇല്ല. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? കോവേരിയൻസ്. ഇതിന്റെ അകത്ത് 2-3 എലിമെന്റുകൾ കണ്ടുപിടിക്കണം. ഏറ്റവും ആദ്യത്താണ് കോവേരിയൻസ് ഓഫ് എക്സ് വൈ വേരിയബിൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേരിയബിൾ, ഇനി മൂന്നാമത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ വേരിയബിൾ. ഈ മൂന്നും കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നാലാമത്തെ അതിലെ കോറിലേഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും ആദ്യത്തെ സംഭവം എന്നാ കണ്ടുപിടിക്കേണ്ടത്? കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ വേരിയബിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് 1/n into sigma x minus x bar into y minus y bar എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷന്റെ എലിമെന്റ് ആയ ഇത്. ഇനി രണ്ടാമത്തെ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേരിയബിൾ ആണ് കണ്ടുപിടിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വേരിയബിൾ കണ്ടുപിടിക്കാൻ √1/n into sigma x minus x bar raised to 2 എന്നുള്ളതാണ് രണ്ടാമത്തെ എലിമെന്റ്. ഇനി മൂന്നാമത്തെ എലിമെന്റോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y വേരിയബിൾ എന്തായിരിക്കും? √1/n into sigma y minus y bar raised to 2 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പൊ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക. അതോടെ നമുക്ക് R അതായത് കോറിലേഷൻ ഓഫ് ആൻഡ് y നമുക്ക് കിട്ടും. അതിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നേരെ അങ്ങോട്ട് പെറുക്കി എഴുതുക, അതിന്റെ അകത്തോട്ട് വാല്യൂസ് പുട്ട് ചെയ്യുക, നേരെ ആൻസറിലോട്ട് കിടക്കുക. നമുക്ക് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് എഴുതാമോ? ഒന്നാമത്തെ ഷോർട്ട് ഫോം ആണ്, അതായത് ഈ മേളിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. ഇനി അതിനെ നമുക്ക് വലിച്ചു നീട്ടി എഴുതാനാണെങ്കിൽ ഇതിനെല്ലാത്തിനും കൂടി ക്ലബ് ചെയ്തിട്ട് അങ്ങോട്ട് ഇക്വേഷനിലോട്ട് ഇട്ടാൽ മതി. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇക്വേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർമുല ബുക്ക് രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നമുക്ക് എക്സാമിനൊക്കെ അത് ഒത്തിരി ഉപകാരം ചെയ്യും. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ടെക്സ്റ്റ് ബുക്ക് മറിക്കുന്നതിനേക്കാളും ഒത്തിരി ഭേദമായിരിക്കും. ഇനി നെക്സ്റ്റ് പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വേരിയബിൾ, അതായത് ആ വേരിയബിളിന്റെ R എന്ന് പറയുന്ന കോറിലേഷന്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 1 തൊട്ട് +1 വരെയുള്ള ഇതിലാണ് നമുക്കറിയാം. +1 വരെയുള്ളതാണ് റേഞ്ച് ചെയ്യുന്നത് മനസ്സിലായി. ഇനി എന്താ സംഭവിക്കുക? ഇഫ് R is
greater than 1 അല്ലെങ്കിൽ less than 1, ഇനി അതും അല്ലെങ്കിൽ 0 വന്നാലോ നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി എപ്പോഴും ഓർക്കുക, അതായത് നമ്മുടെ -1 അതിന്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0, ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ +1, ഈ ഇതിന്റെ ഇടയിലായിരിക്കും നമ്മുടെ വാല്യൂസ് റേഞ്ച്. ഇനി 0 ആണ് നമ്മുടെ R വാല്യൂ കിട്ടുന്നെങ്കിൽ അവിടെ മനസ്സിലാക്കുക there is no correlation, R = 0 എന്ന് കിട്ടുകയും, ഇനി ഈ -1ന്റെ അടുത്തോട്ട് പോകുന്തോറും നമ്മൾ മനസ്സിലാക്കുക അവിടെ കോറിലേഷൻ നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ വാല്യൂ 0യിൽ നിന്ന് +1 മൂവ് ചെയ്യുന്നതെന്നോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം അതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്, അതായത് നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടുവാണ് 0.83 എന്ന് കിട്ടുക. അപ്പൊ ഇത് എന്ത് സംഭവമാണ്, എങ്ങോട്ടാണ് കൂടുതൽ ചായ്വ്, 0 ആണോ, മൈനസ് വാല്യൂ ആണോ, പോസിറ്റീവ് വാല്യൂ ആണോ? തീർച്ചയായും ഇത് പോസിറ്റീവ് വാല്യൂന്റെ അടുത്തോട്ടാണ് കൂടുതൽ ചായ്വ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയും, യെസ് ഇവിടെ പോസിറ്റീവ് കോറിലേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ഇവിടെ നോ കോറിലേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. നമുക്ക് ഇവിടെ -0.4 അല്ലെങ്കിൽ 0.4 അല്ല, ശരിക്കും പറഞ്ഞാൽ 0ന്റെ അടുത്തോട്ടാണ് വരും. ലീസ്റ്റ് കോറിലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രയൊന്നും ലെസ്സും അല്ല, എന്നാൽ തീർത്തും കുറവാണെന്നുള്ള രീതിയിൽ. ഇനി -0.73 അങ്ങനെയൊക്കെ ആണെങ്കിലോ അത് കൂടുതലും എന്താണ്, നെഗറ്റീവിന്റെ അടുത്തോട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പം അതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ 1, പേജ് നമ്പർ 18 ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇക്വേഷൻ ഓർക്കുക, ഇക്വേഷന്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഓർക്കുക, എന്തൊക്കെയാണ് വേണ്ടി എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ് വൈ വേരിയബിളും എല്ലാം ഉൾപ്പെടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് വേരിയബിളിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് 18, 25, 5 അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈ വേരിയബിളിന് കൊടുത്തിട്ടുണ്ട് 16, 34, 12 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ദ സ്കാറ്റർ ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ദ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിനെ സ്കാറ്റർ ഡയഗ്രാമിൽ പ്ലോട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്കറിയാം വൈ വേരിയബിളിനെ ഇവിടെ എഴുതി നമ്മൾ എക്സ് ആക്സസും വൈ ആക്സസും ഡ്രോ ചെയ്തു, എന്നിട്ട് അതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും അല്ലെ, എങ്ങോട്ടാ ഗ്രാഫ് പോകണേ എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും. പറയണ്ട, നമുക്ക് എന്തായാലും മാത്തമാറ്റിക്കലി സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എക്സ് വേരിയബിളുകൾ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വൈ വേരിയബിൾ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കറിയാം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും വേണം എന്നറിയാം. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 18ന്റെ സ്ക്വയർ, 25ന്റെ സ്ക്വയർ അങ്ങനെ സ്ക്വയറുകൾ കണ്ടുപിടിക്കും. എന്നിട്ട് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ വേരിയബിൾസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാമെന്നാണ് അത് കണ്ടുപിടിക്കും. ഇനി എക്സ് ഇൻറ്റു വൈ നമുക്ക് വേണം അറിയാം. അപ്പം എക്സ് ഇൻറ്റു വൈ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ഈ ലാസ്റ്റ് കോളത്തിലുള്ള വാല്യൂസ് ആണ്. ഇനി എല്ലാത്തിന്റെയും കൂടി ടോട്ടൽ സിഗ്മയൊക്കെ ആവശ്യമുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അപ്പൊ ഇത് ടോട്ടലുകൾ കണ്ടുപിടിക്കും. ഇനി നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എങ്ങനെയാണ്, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് ഇതെല്ലാം അങ്ങോട്ട് വിട്ടേക്കുക. നമ്മുടെ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മെയിൻ ടാസ്ക്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മാത്തമാറ്റിക്കലി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.8686. 0.8686 എന്ന് പറയുമ്പോൾ എന്ത് വരും, നമ്മുടെ വാല്യൂ ഏകദേശം എങ്ങോട്ടാണെന്ന് തോന്നുന്നത്, -1ന്റെ അടുത്താണോ, 0ന്റെ അടുത്താണോ, അതോ +1ന്റെ അടുത്തോട്ടാണോ പോകുന്നത്? തീർച്ചയായും +1ന്റെ അടുത്തോട്ടാണ് കൂടുതൽ ചായ്വ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവിടെ യെസ് there is positive correlation between x variable and y variable എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സിൽ നിന്ന് അടുത്ത ഒരു മെത്തേഡാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരാളെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, ചാൾസ് എഡ്വേർഡ് സ്പിയർമാൻ ആണ്. ഇദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഈ പുള്ളിയാണ് കണ്ടുപിടിച്ചത് അതായത് നമുക്ക് എക്സ് വേരിയബിളും വൈ വേരിയബിളും എന്ന് ചുമ്മാ അങ്ങ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. എക്സ് വേരിയബിൾ മാറ്റം മാത്രം മാറുമ്പോഴത്തേക്കും വൈ വേരിയബിൾ മാറുന്നില്ല. അവിടെ പല വേരിയസ് അതർ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം നമ്മുടെ പേരൻസ് ഒക്കെ കമ്പയർ ചെയ്യുന്ന പോലെ അല്ലെ, മാർക്സും പിന്നെ സ്റ്റഡി അല്ലെങ്കിൽ ഉഴപ്പും വെച്ച് കമ്പയർ ചെയ്യും നമ്മുടെ പേരൻസ് അല്ലെ. മാർക്സ് നമ്മുടെ എക്സ് വേരിയബിളും വൈ നമ്മുടെ സ്റ്റഡി പാറ്റേൺ. അപ്പൊ മാർക്സ് കൂടുന്തോറും ഓക്കെ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ശരിയാണ്. നീ മാർക്സ് കുറഞ്ഞു പോയാൽ ഇല്ല കൊച്ചു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് കമ്പാരിസൺ നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് തന്നെയാണോ? ഇല്ല, മാർക്സ് മാത്രമല്ല ഒരു വേരിയബിൾ, അത് കൂടാണ്ട് വേറെ പല ഫാക്ടേഴ്സും കാണും. ഫാമിലി സിറ്റുവേഷൻ കാണും, ഫ്രണ്ട്സിന്റെ സർക്കിൾ കാണും, പിന്നെ മൊബൈൽ യൂസേജ് കാണും, പിന്നെ ഡിഫിക്കൽട്ടി ഓഫ് സ്റ്റഡീസ് കാണും, എന്തെങ്കിലുമൊക്കെ ഡിസീസസ് കാണും. അപ്പൊ അങ്ങനെ പല 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 കാര്യങ്ങളും കാണും. എന്ത്, ഒരു കുട്ടിയുടെ മാർക്ക് കുറയണം എന്നുണ്ടെങ്കിൽ അല്ലെ കൂടണം എന്നുണ്ടെങ്കിൽ അല്ലെ, കൂടുന്ന അങ്ങനെ കണ്ടാറില്ല, പക്ഷെ എന്നാലും കുറയണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇങ്ങനത്തെ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാണുമായിരിക്കും. അപ്പം നമുക്ക് അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രീവിയസ്ലി കണ്ടുവന്ന മെത്തേഡ്സിലൊന്നും കവർ ചെയ്യുന്നില്ല, റാങ്ക് കോറിലേഷനിലൊന്നും കവർ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്പിയർമാൻ എന്ന് പറയുന്ന ഈ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. അതായത് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയും കൂടി നമുക്ക് പരിഗണിക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ കൊണ്ടുവന്നത് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഓരോ വേരിയബിൾസിനെ റാങ്ക് ചെയ്യുക. ഇവിടെയും സ്വാഭാവികമായിട്ടും ചെറിയൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് represented by letter P equals 1 minus 6 sigma d square by n into n square minus 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഈ ഈക്വൽസ് റാങ്ക് കോറിലേഷൻ ഈക്വൽസ് 1 minus 6 sigma d square divided by n cube minus n എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ബോത്ത് വേസ് കറക്റ്റ്, രണ്ടും കറക്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് അടുത്ത ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഡി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഇതിനെ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഡി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഇനി എൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഇസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്സർവേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസ് പഠിക്കേണ്ട കാര്യത്തിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട, വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഇക്വേഷൻസ് പഠിച്ചേ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്, റാങ്ക്സ് obtained by 10 students in a mathematics examination and their ranks in an intelligent test is given below. അപ്പോൾ നമുക്കറിയാം ഇന്റലിജന്റ് ടെസ്റ്റും മാത്തമാറ്റിക്സും, മാത്സിലെ കൂടുതൽ മാർക്ക് മേടിക്കുന്ന ആളെ സ്വാഭാവികമായിട്ടും ലോകം അറിയപ്പെടുന്ന എങ്ങനെയാണ്,
എങ്ങനെയാണ് ഇന്റലിജന്റ് ആണെന്ന് അറിയാം. പക്ഷേ ആർ ദി റിയലി റിലേറ്റഡ്, റൈറ്റ്? സോ അതാണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. റാങ്ക്സ് ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിൽ 1ാം റാങ്ക് കിട്ടിയ ആൾ ഇന്റലിജൻസ് ടെസ്റ്റിലായപ്പോഴത്തേക്കും 4ാം റാങ്കുകാരനായി അല്ലെ. ഈ മാത്തമാറ്റിക്സിൽ ഏതാ 2nd റാങ്ക് കിട്ടിയ ആളാണ് ഇന്റലിജൻസ് ടെസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ റാങ്ക് മേടിച്ചു കൂട്ടിയത്, കണ്ടില്ലേ? അപ്പം എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇതാണ് നിലവിൽ ഇപ്പം സ്റ്റഡി ചെയ്യാൻ തന്നിരിക്കുന്ന ഡേറ്റ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ നോക്കുക, നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കുക, ഇക്വേഷന്റെ എലിമെന്റ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എനിക്ക് തോന്നുന്നു 10 ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കിയേക്കാം. അപ്പൊ നിലവിൽ ഇപ്പം വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഡിഫറൻസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. പിന്നെ n എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഓൾറെഡി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. n 10 ആണോ? അതെ, 10 തന്നെ. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷനിലോട്ട് ഇടുക, ആൻസർ കണ്ടെത്തുക. ആൻസർ എത്ര കിട്ടി നമുക്ക്? 0.6848. 0.6848 എന്ന് പറയുമ്പോൾ 0ന്റെയും +1ന്റെയും നടുവിലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, അതായത് 0.5 കഴിഞ്ഞിട്ട് ഇച്ചിരി എന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഹൈലി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എവിടെയോ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഈ എക്സും വൈ വേരിയബിളും ടോട്ടലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പഠിക്കാനുള്ളത് ഇനി ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യാം. സമ്മറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആകെ പഠിച്ച കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതാണ് വാട്ട് ഇസ് കോറിലേഷൻ എന്ന് നമ്മൾ കണ്ടു. കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി കോറിലേഷനെ റെപ്രസെന്റ് ചെയ്തത് ആൽഫബറ്റ് സ്മോൾ ലെറ്റർ പഠിച്ചു. ഇനി കോറിലേഷൻ എന്ന് പറയുന്നത് 2 വേരിയബിൾസ് തമ്മിലുള്ള സ്റ്റഡി ആണെന്ന് പഠിച്ചു. ഇനി വാട്ട് ആർ ദ ടൈപ്സ് എന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. കോറിലേഷൻ പല രീതിയിലാവാം. ചിലപ്പം യാതൊരു ബന്ധമില്ലാത്ത 2 കാര്യങ്ങളാവാം, എക്സും വൈയും എങ്ങനെയൊക്കെ ആവാം, പോസിറ്റീവ്ലി ആവാം, നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ സീറോ കോറിലേഷനും ആവാം എന്ന് പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചില മെത്തേഡ്സ് നമ്മൾ കണ്ടിരുന്നു. മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ സ്കാറ്റർ ഡയഗ്രാം ഏറ്റവും ഈസിയസ്റ്റും പിന്നെ ബാക്കിയുള്ളത് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു? അതിന്റെ ആപ്ലിക്കേഷൻസ്, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസിൽ എന്നുള്ളത് നമുക്ക് അതിൽ നിന്നുള്ള കൺക്ലൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ചില ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടന്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി കാണേണ്ടത്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക നമുക്ക് എവിടെ വരെ മനസ്സിലായി, നമുക്ക് എന്തുമാത്രം അറിയാം എന്നുള്ളത് അസസ് ചെയ്യുക. താങ്ക് യു.